നീ വന്നോ മാർക്കണ്ടേയ? വന്നമ്മേ. കണ്ണമ്മോനെ കൊണ്ട് തൊഴിയിച്ചോ? ആ, തൊഴുതിട്ടിപ്പോ കാറിലിരിക്കുക. മല കയറാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെന്ന് ഞാൻ മഹാലക്ഷ്മിയോട് പറഞ്ഞു കഴിഞ്ഞു. നിഴല് പോലെ നീ അമ്മോന്റെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ ഞാനും കൂടെ പോയാൽ മാലയിട്ടത്. ഞാൻ തന്ന വേല് നിന്റെ കയ്യിലുണ്ടല്ലോ. അത് ഭദ്രമായിട്ട് എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടമ്മേ. നിങ്ങൾ യാത്ര പോയി തിരിച്ചു വരുന്നതുവരെ ഞാൻ പ്രാർത്ഥനയിലായിരിക്കും. മുൻപ് കണ്ണമ്മോന്റെ പിറന്നാൾ ദിവസം, അതായത് ഒരു തൃക്കാർത്തിക ദിവസം, കണ്ണമ്മോനൊരു അയ്യപ്പ വിഗ്രഹം കൊടുത്തിട്ട് മോനെ ഞാൻ പ്രാർത്ഥിച്ചു വിട്ടതാ. അന്ന് ആ കുട്ടിക്ക് ദശാസന്ധി ആയതുകൊണ്ട് അവൻ ആപത്ത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മോശം സമയം വരുമ്പോ ദൈവങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ക്ഷേത്രത്തിന്റെ കാര്യം തന്നെ നിനക്കറിയാലോ. കാട് മൂടിക്കിടന്നിരുന്നതാ. ഇപ്പൊ ശാപമോക്ഷം കിട്ടി. അതുകൊണ്ടാ വിളക്ക് തെളിയിച്ചു തുടങ്ങിയത്. ഇനി ഇവിടുത്തെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് ആള് കൂടി തുടങ്ങും. പിന്നീട് ഇതൊരു മഹാക്ഷേത്രമാവും. അങ്ങനെ തന്നെയാണ് മനുഷ്യനും ശാപമോക്ഷം കിട്ടുന്നത്. അറിയാം. അന്ന് കണ്ണമ്മോന് ആപത്തുണ്ടാവുമെന്ന് കരുതി ഞാൻ ധ്യാനത്തിലിരുന്നതുകൊണ്ടാ അന്ന് കുട്ടിയുടെ ആയുസ് ദൈവം എടുക്കാതിരുന്നത്. പക്ഷേ പിന്നീടുള്ള ജീവിതം ജഡം കണക്കെ ആയിപ്പോയി എന്ന് മാത്രം. അതിനിപ്പോ മോചനം കിട്ടിയില്ലേ അമ്മേ? കിട്ടി. ഇനിയും മോചനം ഉണ്ടാവും. അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇത്തവണ മല ചവിട്ടി അയ്യപ്പ ദർശനം കണ്ടു മടങ്ങി വരാൻ കണ്ണന് കഴിയണം. പിന്നെ ഒരു ശക്തിക്കും കണ്ണനെയും മഹാലക്ഷ്മിയെയും തടഞ്ഞു നിർത്താനാവില്ല. അവരുടെ വിജയങ്ങളെ തടുക്കാനും ആവില്ല. പളനി ആണ്ടവനെ ആവാഹിച്ച വേലും നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനും കൂടെ ഉണ്ടല്ലോ അമ്മേ. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. കണ്ണൻ കാണുന്ന അമ്മയും മഹാലക്ഷ്മി കാണുന്ന അമ്മയും ഒന്നാണെന്ന് അവർക്കറിയില്ല. നീയുമായി എനിക്ക് ബന്ധമുണ്ടെന്നും മഹാലക്ഷ്മിക്കും കണ്ണനും അറിയില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാത്തത്. എന്റെ ഈ ഭൂമിയിലെ ജന്മോദ്ദേശം തീരാറായോ അമ്മേ? അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. അമ്മ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നീയും ഉണ്ടാകും. അമ്മ എന്നെ അനുഗ്രഹിക്കണം. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണം. മാർക്കോ കരഞ്ഞോ? കണ്ണും നിറഞ്ഞിരിക്കുന്നല്ലേ? അങ്ങനൊന്നുമില്ല സാറേ. വീണ്ടും പോയി പ്രാർത്ഥിച്ചപ്പോൾ സാറ് പറഞ്ഞതുപോലെ എന്തോ ഒരു കാന്തശക്തി ആകർഷിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞു പോയതാ. ഞാൻ കരുതിയ പോലൊന്നും അല്ലല്ലോ. മാർക്കോ ഭക്തനാണല്ലേ? എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം എനിക്കൊപ്പം സാറ് മഹാലക്ഷ്മി ഒരിടം വരെ വരണം. എങ്ങോട്ടാ മാർക്കോ? പളനിയിൽ. അതെൻ്റെ ഒരു നേർച്ചയാ. മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് പോ. മാർക്കോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീട്ടിവെക്കുന്ന പ്രശ്നമില്ല. അത് വേണ്ട സാർ. സാറ് മല കയറി വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലേ? പ്രത്യേകിച്ച് അനന്ത് സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ. അതൊക്കെ കഴിയട്ടെ. അതിനുശേഷം നമുക്ക് പോവാം പളനിക്ക്. അവിടെ സിദ്ധനായിട്ടൊരു യോഗീശ്വരനുണ്ട്. അദ്ദേഹം വേല് പൂജിച്ച് തരും. ആ വേല് സാർ എപ്പോഴും പോക്കറ്റിൽ കരുതണം. അങ്ങനെ മാർക്കോ കരുതിയിട്ടുണ്ടോ? എന്താ സംശയം?